അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്സന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധന നമസ്കാരമാണെന്നും ആ നമസ്കാരം ഒരാൾക്ക് കൃത്യമായ നിലയിൽ നിർവഹിക്കാൻ കഴിയുന്നതിലൂടെ അവന്റെ ജീവിതം തന്നെ വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കേവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം മലയാളത്തിൽ പറയുന്ന പദമാണ് നമസ്കാരം എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ പരാമർശിച്ച വാക്ക് സ്വലാത്ത് എന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ 67ഓളം സ്ഥലങ്ങളിൽ ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വലാത്ത് എന്ന പദത്തിന് ഒന്നിലധികം അർത്ഥങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അത് പ്രത്യേകിച്ചും ആരാണോ സ്വലാത്ത് നിർവഹിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് അവയുടെ അർത്ഥവും ആശയവും മാറുകയും ചെയ്യും. ഇപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ എന്ന അധ്യായത്തിലെ 157-ാമത്തെ വചനത്തിൽ മനുഷ്യർക്ക് വല്ല വിപത്തുകളും ബാധിക്കുമ്പോൾ അവർ ക്ഷമയവലംബിക്കുകയും ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടുന്നവരാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുന്നു. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഏതെങ്കിലും ഒരു വിപത്ത്, ഒരു പ്രയാസം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് തുടർന്നുള്ള ആയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവരുടെ മേൽ തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ തന്നെ സ്വലാത്തും ഉണ്ടായിരിക്കുമെന്നാണ്. ഇവിടെ സ്വലാത്ത് എന്ന പദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് അത് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ആശയം വരിക സനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ ഈ അടിമയെ സംബന്ധിച്ച് പ്രശംസിക്കുക എന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഹദീസുണ്ട്. ഒരാള് നമസ്കരിക്കാൻ വേണ്ടി പരിശുദ്ധമായ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം അതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സന്ദർഭം അത്രയും യുസല്ലി അലൈക്കും വ മലായികത്തുഹു മാ ദാമ അഹദുക്കും ഫി മുസല്ല, നിങ്ങളിൽ ഒരാൾ തൻ്റെ നമസ്കാര സ്ഥലത്ത് ആ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്രയും മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആ മനുഷ്യന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ അടിമയിൽ ഉണ്ടായി തീരുവാനും അതുപോലെ തന്നെ ഈ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ടുമായിരിക്കും ആ സ്വലാത്ത് ഉണ്ടായിത്തീരുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന സ്വലാത്തിൻ്റെ മറ്റൊരു അർത്ഥമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ എന്ന് പറയുന്ന അധ്യായത്തിലെ 103-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്, സമ്പന്നരായ ആളുകളിൽ നിന്ന് അവരുടെ സക്കാത്തിന്റെ വിഹിതം ശേഖരിച്ചതിന് ശേഷം സമൂഹത്തിലെ അശരണരായ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് ആ സമ്പത്ത് വിതരണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസ്വല്ലി അലൈഹിം. നബിയോട് അല്ലാഹു തആല പറയുകയാണ്, അവരിൽ നിന്ന്, അവരുടെ ആ സമ്പത്തിൽ നിന്നുള്ളതായ ആ സ്വതക്കയുടെ ഭാഗം താങ്കൾ സ്വീകരിക്കുക, അതിലൂടെ അവരെ ശുദ്ധീകരിക്കുകയും സാമ്പത്തികമായി അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. അത് മാത്രവുമല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസ്വല്ലി അലൈഹിം, അവരുടെ മേൽ സ്വലാത്ത് ചെല്ലാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരുടെ മേൽ സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായും ഇന്ന സ്വലാത്തക സകനുൽ ലഹും, താങ്കളുടെ ആ സ്വലാത്ത് അവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ഒന്നായിരിക്കുമെന്ന്. ഇവിടെ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സമ്പത്ത് ചിലവഴിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ കൽപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം വ്യത്യസ്തമാണെങ്കിലും അവയുടെ ആശയം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാർത്ഥന എന്നാണ്, അഥവാ ദുആ എന്നാണ്. അപ്പൊ നമസ്കാരത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ നമസ്കാരത്തിൽ മുഴുവൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റുക്കൂഇലും സുജൂദിലും അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അത്തഹയ്യാത്തിലും എല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ നമസ്കാരം എന്ന പദത്തിന്റെ ആശയം, സ്വലാത്ത് എന്ന് പറയുന്ന പദത്തിന്റെ ആശയം എത്രത്തോളം വിപുലമായതാണ് എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ സ്വില എന്നൊക്കെ പറഞ്ഞാൽ ബന്ധിപ്പിക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് സ്വിലത്തു റഹീം, കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വില എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ പൂർവസ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അഥവാ നമ്മൾക്കറിയാം ഇന്നാ ലില്ലാഹി, നമ്മൾ എല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോ സ്വില അത് നാം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഈ ദുനിയാവുമായുള്ള ബന്ധങ്ങളെല്ലാം കുറെ സമയത്തേക്ക് വിച്ഛേദിച്ചുകൊണ്ട് നമ്മളുടെ പൂർവസ്ഥിതിയിലേക്ക് അഥവാ അള്ളാഹുവിലേക്ക് സമ്പൂർണമായ നിലയിൽ മടക്കാൻ നമ്മൾക്ക് കഴിയണം. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെയൊക്കെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളുടെയൊക്കെ നമസ്കാരത്തിൽ നമ്മളുടെ ഹൃദയത്തെ അള്ളാഹുവുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കാൻ നമ്മൾക്ക് കഴിയാറുണ്ടോ? തീർച്ചയായും ഗൗരവത്തോടെ ആലോചിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.